പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. വീട് മുഴുവൻ ജനപ്രതിനിധികളായി. ശരി, അവരുടെ പ്രതികരണം എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ്. നമുക്ക് എല്ലാ നേതാക്കളെയും സന്തോഷത്തിന്റെ നിമിഷമാണ്. അതിന് ഭാഗവാക്കായി എല്ലാവരും ടീമിൽ വരിക എന്നതൊരു നീതി കൂടിയാണ്. കാരണം എല്ലാവരുടെയും വിയർപ്പൊഴിക്കതിന്റെ ഫലമാണ്. അതുകൊണ്ട് എല്ലാവരെയും നമ്മൾ തന്നെ പിടിച്ചു നിർത്തുകയാണ്. രാഹുല്, ഷാഫി, വിഷ്ണുനാഥ്, എല്ലാവരും ഉണ്ട്. വളരെയധികം സന്തോഷം. അതിന് നന്ദി പറയുന്നത് പാലക്കാട്ടെ ജനങ്ങൾക്കാണ്. പിന്നെ അവനെ ഈ ഒരു സ്ഥാനത്തേക്ക് എത്തിച്ച അവന്റെ പ്രസ്ഥാനത്തോട് ഞങ്ങളുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടും. അതെന്തായാലും ഒരു ടെൻഷൻ ഉണ്ടാവാതിരിക്കത്തില്ല, ഞാനൊരു അമ്മയല്ലേ. അപ്പൊ അതിന്റെ ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയാ എന്തായാലും അത് കള്ളമാണെന്ന്. ഓക്കെ, പാലക്കാടിന്റെ വീടെടുത്തോട് കൂടുതലേ കൂടുവാ. ഇത് വാടക ഫ്ലാറ്റ് ആണ്. ഇനിയിപ്പം പുതിയ വീട് എടുക്കും. മനോരമയിൽ പൈസ തരേണ്ടി വരും. അത് വിഷ്ണു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ എന്നോട് പറഞ്ഞു ആഡംബര ഫ്ലാറ്റാണ് അവിടെ ഇരിക്കണേന്ന് പറഞ്ഞു. പക്ഷെ ഫ്രിഡ്ജും TV ഒന്നും ഇല്ല. ഉറപ്പായിട്ട് അത് വിശ്വാസിന്റെ കാര്യം പറഞ്ഞാൽ പരിഹാരം ഉണ്ടാക്കും. രാവിലെ ഇനി എങ്ങനെയാണ് ഇവിടെ പുതുതായിട്ട് വീടെടുക്കുക, അതോ ഈ ഫ്ലാറ്റിൽ തുടരും? എന്താണ്? അല്ല, ഇവിടെ തുടരും. ഇവിടെ തുടരും. പിന്നെ MLA-യുടെ ഓഫീസൊക്കെ തുടങ്ങാനുള്ളതായോ, അതോ ഷാഫിയുടെ ഓഫീസിൽ തന്നെ? ഇല്ല, പുതിയ ഓഫീസായിരിക്കും. ഇല്ല, അങ്ങനല്ല. അതിനിപ്പോ ഞാൻ വിചാരിച്ചാൽ പോലും അങ്ങനെ ഈ നാട്ടിൽ നിന്ന് കെട്ടുകെട്ടിക്കാൻ പറ്റുന്ന ഒരു പ്രതിച്ഛായല്ല ഉള്ളത്. അപ്പൊ അതുകൊണ്ട് അത് നടക്കില്ല, നടത്താൻ ഉദ്ദേശിക്കുന്നുമില്ല. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഓഫീസ് എടുത്ത് പ്രവർത്തനം ആരംഭിക്കും. അമ്മയുടെ ഒരു ചോദ്യമുണ്ട്. കഴിഞ്ഞ തവണ ബർത്ത്ഡേ ആഘോഷിച്ചപ്പോഴേ പാർട്ടി പ്രവർത്തകരും ഒക്കെ പറഞ്ഞിരുന്നു അടുത്ത തവണ രണ്ടാളും കൂടി വരണം. രണ്ടാളല്ല, ഇപ്പൊ ഞങ്ങളെ കുടുംബത്തിൽ നിന്നുള്ളതാണെങ്കിൽ ഒരു 5-6 പേരുണ്ട്. പിന്നെ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ ആൾക്കാർ മൊത്തം ഇവിടെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടാളല്ല. പിന്നത്തെ ഒത്തില്ല. അമ്മയുടെ ഇപ്പൊ രണ്ടാമത്തെ ആഗ്രഹം ഫ്രിഡ്ജാണല്ലോ. അടുത്ത ആഗ്രഹം സത്യപ്രതിജ്ഞ. സ്പീക്കറാ ഡേറ്റ് തീരുമാനിക്കുന്നത്. അമ്മ എങ്ങനെ ഈ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നോ പ്രചാരണത്തിനിടയ്ക്ക് രാഹുൽ? ഞങ്ങൾ നാട്ടിൽ പോയിരിക്കുമായിരുന്നു. പിന്നെ എന്നെക്കാളും കൂടുതൽ അറിയാൻ നിങ്ങൾക്കല്ലേ രാഹുൽ ഭക്ഷണം കഴിക്കുന്നുണ്ടോ? സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. മോൻ എന്തായാലും കൊടുക്കാനൊരു ഉപദേശം എന്താണ് ഈ സമയത്ത്? ഈ അവനെ ഉപദേശം എന്ന് പറഞ്ഞാൽ ഞാനായിട്ടൊന്ന് ഉപദേശിക്കും. അത് പാലക്കാട്ടെ ജനങ്ങൾ അവനെ ഉപദേശിക്കും, അവര് തിരിച്ചു മറുപടി കൊടുക്കും. പാലക്കാടിന് വേണ്ടി ഇനി ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം പ്രയോറിറ്റി എങ്ങനെ എന്തായിരിക്കും? അല്ല, പരമാവധി ജനങ്ങൾക്കൊപ്പം നിൽക്കുക എന്നുള്ളത്. ഇപ്പൊ ഞാൻ ഈ 1-ാം ദിവസം വമ്പൻ പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞത് പുതുമോടിയായിപ്പോയി. പരമാവധി ഇപ്പം എൻ്റെ മുൻഗാമി ശ്രീ ഷാഫി പറമ്പിൽ, അദ്ദേഹത്തിന്റെ പദ്ധതികളുണ്ട്, വികസനോന്മുഖമായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്. അതിനപ്പുറമുള്ളതെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്തായിരുന്നു? കണക്ടിവിറ്റി ആയിരുന്നു, മാൻ ടു മാൻ. അപ്പോൾ അത് തന്നെ ആയിരിക്കും പ്രൈമറി ഫോക്കസ്. അവിടെ തന്നെ ബാക്കി എല്ലാം പോലും വലിയ ചലഞ്ചാണ്. അത് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആകുമ്പോഴും എനിക്ക് ആ ചലഞ്ച് ഉണ്ടായിരുന്നു. കാരണം പിന്നെ ഷാഫി പറമ്പിലിനെ പോലെ ക്രൗഡ് പുള്ളറായിട്ടുള്ള ഒരാളിൽ നിന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡൻഷിപ്പ് ഏറ്റെടുക്കുന്നത്. ഇപ്പം MLA ആകുമ്പോഴും അത് ആ ഒരു പക്ഷെ കുറെയൊക്കെ പഠിച്ചെന്ന് തോന്നുന്നല്ലേ?